ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ, പേ ലേറ്റർ. പ്രവാസി വ്യവസായിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ 2 പേർ കൂടി അറസ്റ്റിലായി. ഇതോടെ കേസിൽ 10 പേർ പോലീസ് പിടിയിലായി. ഒരു കാർ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. തട്ടിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ച ഇയോൺ കാറാണ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. അറസ്റ്റിലായവരെ പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെടും. പ്രവാസി വ്യവസായി മുഹമ്മദ് അലിയുടെ കാറിന് കുറുകെയിട്ട ഇന്നോവ കാറും ഇവരെ പിന്തുടർന്ന മറ്റൊരു ഇന്നോവ കാറും പോലീസിന് ലഭിക്കാനുണ്ട്. തൃശൂർ അരണാട്ടുകര സ്വദേശി ഷൈജു, ചേലക്കര സ്വദേശി ജുനൈദ് എന്നിവരാണ് ഒടുവിൽ അറസ്റ്റിലായത്. ഇവരെയും റിമാൻഡ് ചെയ്തു. ഇതോടെ കേസിൽ 10 പേർ അറസ്റ്റിലാണ്. കണ്ണിയമ്പ്രം പനമണ്ണ സ്വദേശികളായ നജ്മുദ്ദീൻ, ഫൈസൽ ബാബു, ഷഹീൻ ഷാനു, സുബീഷ്, ഷിഹാസ്, മുസ്തഫ ബൂഗി, അഭിജിത്ത്, ഷമീർ, ജുനൈദ്, ഷൈജു എന്നിവരാണ് മുൻപ് പിടിയിലായവർ. തട്ടിക്കൊണ്ടുപോയവരും വീട് നൽകിയവരും കാവൽ നിന്നവരും ഉൾപ്പെടെയുള്ളവരാണ് ഇപ്പോൾ പിടിയിലായത്. ഇവരിൽ ഒരാൾ മാത്രമാണ് തട്ടിക്കൊണ്ടുപോയ സംഘത്തിലുണ്ടായതെന്ന് പോലീസ് പറയുന്നു. തട്ടിക്കൊണ്ടുപോകാൻ ആദ്യം ഉപയോഗിച്ച വെള്ള ഇന്നോവ കാർ, മുഹമ്മദ് അലിയുടെ കാറിനെ പിന്തുടർന്ന മറ്റൊരു ഇന്നോവ കാർ എന്നിവ പോലീസ് അന്വേഷിക്കുകയാണ്. സംഭവ സമയത്ത് ഉപയോഗിച്ച ഈ 2 കാറുകളുടെയും നമ്പറുകൾ വ്യാജമാണെന്ന് പോലീസ് കണ്ടെത്തി. അറസ്റ്റിലായവർക്ക് പുറമെ പിന്തുടർന്ന കാറിലുണ്ടായിരുന്ന 5 പേരെക്കുറിച്ചും പോലീസ് അന്വേഷിക്കുകയാണ്. മാത്രമല്ല, കണ്ണിയമ്പുറം സ്വദേശിയായ യുവാവിനെ കുറിച്ചും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അതിനിടെ പ്രവാസി വ്യവസായി കഴിഞ്ഞ ദിവസം മൊഴി നൽകാനായി ഒരു ദിവസത്തേക്ക് വിദേശത്തു നിന്നും എത്തിയിരുന്നു. മുഹമ്മദ് അലിയെ തട്ടിക്കൊണ്ടുപോകാൻ ക്വട്ടേഷൻ നൽകിയവരെ കുറിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ പോലീസ് നടത്തുന്നത്. പിടിയിലായവർക്ക് ക്വട്ടേഷൻ നൽകിയവരാരാണെന്നതിൽ വ്യക്തതയില്ലെന്ന് പോലീസ് പറയുന്നു. സംശയിക്കുന്ന ഒറ്റപ്പാലം സ്വദേശിയായ യുവാവിന് ക്വട്ടേഷൻ നൽകിയവരെ കുറിച്ച് അറിവുണ്ടെന്നാണ് പോലീസിന്റെ നിഗമനം. ഇയാൾ സംഭവത്തിന് ശേഷം ഒളിവിലാണ്. ഇയാളെ പിടികൂടാതിരിക്കാൻ ക്വട്ടേഷൻ നൽകിയവരും ശ്രമിക്കുമെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. അതിനായി ഈ യുവാവിനെ കൊലപ്പെടുത്താൻ ഇവർ ക്വട്ടേഷൻ നൽകാനിടയുണ്ടെന്നും പറയുന്നു. പ്രവാസി വ്യവസായിയുടെ യാത്രാ വിവരങ്ങൾ അറിയുന്ന ബന്ധുവിനെക്കുറിച്ചും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. സംസ്ഥാനത്തിന് പുറത്തുള്ള കോളേജുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളും അന്വേഷണ പരിധിയിലുണ്ട്. ഷൊർണൂർ ഡിവൈഎസ്പി എൻ മുരളീധരന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെ കൃത്യമായ ഇടവേളകളിൽ ഷൊർണൂരെത്തി കേസിന്റെ പുരോഗതിയും വിലയിരുത്തുന്നുണ്ട്. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. ഡോട്ട് വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.